To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നതാണ്. പല ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് അഗ്രികൾച്ചറൽ ഫീൽഡിലായാലും മെഡിക്കൽ ഫീൽഡിലായാലും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ രംഗത്തുള്ള ചില ട്രാൻസ്ജീനിക് ആനിമൽസ് ആണ്. നമ്മൾ ആനിമൽ മോഡൽസ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില എത്തിക്കൽ ഇഷ്യൂസും. ഇത് ഈ സീരീസിലെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ജീനിക് ആനിമൽസ്? ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഹൂസ് ജീൻസ് ഹാവ് ബീൻ മാനിപ്പുലേറ്റഡ് ടു എക്സ്പ്രസ് ഓർ പൊസസ് എ ഫോറിൻ ജീൻ. അതായത് മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ജീനിനെ ഒരു ജീനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽ എന്ന് പറയാം. ഇതൊരു സ്പെസിഫിക് കൈൻഡ് ഓഫ് GMO തന്നെയാണ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം തന്നെയാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഗ്ലോ ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ തിളങ്ങുന്ന മത്സ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സീ ആനിമലിൻ്റെ ഒരു ജീനിനെയാണ് നമ്മൾ ഫിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് ആ ബയോലൂമിനസെൻസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ലഭ്യമായി. അപ്പോൾ ഇവിടെ ഈ ഫിഷ് എക്സ്പ്രസ് ചെയ്യുന്ന ജീൻ അതിൻ്റെ ആണോ? അല്ല, മറ്റൊന്നിൻ്റെയാണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ജീനിക് ആനിമൽ എന്ന് പറയാം. അതുപോലെ ഗ്ലോ പ്ലാന്റ്സ് ഉണ്ട്. റോഡിൻ്റെ സൈഡിലൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് തന്നെ രാത്രിയാകുമ്പോൾ ലൂമിനസെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റ് വഴിവിളക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് എനർജി കൺസർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ലേറ്റസ്റ്റ് ഒത്തിരി ഓർഗാനിസംസ് നമ്മൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ജീനിക് ആനിമൽസ് ഇപ്പോൾ നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് കൗസ്, ഷീപ്പ്, പിഗ്, മങ്കീസ് എല്ലാത്തിനെയും നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് ആയിട്ട് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവയെക്കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ യൂസ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ഫിസിയോളജി, അതായത് ലൈഫ് പ്രോസസ്സ് നടക്കാനും നമ്മുടെ ഡെവലപ്മെൻറ്റിനും പലതരം ഫാക്ടേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഏതൊരു ജീനിൻ്റെയും എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ഇഫക്റ്റാണ് നൽകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇതെല്ലാം പഠിക്കാൻ നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ ഉപയോഗിക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, അതിനെ നമ്മൾ IGF എന്ന് വിളിക്കാം. IGF-1 ഉം IGF-2 എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് എംബ്രിയോണിക് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ നീറ്റൽ ഡെവലപ്മെൻറ്റ്, ഈ IG-1 IG-2 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവയുടെ പ്രാധാന്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതിൻ്റെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിനെ ട്രാൻസ്ജീനിക് മോഡൽ ആനിമൽസ് ഉണ്ടാക്കിയിട്ട് അവരുടെ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാണ്? ഈ ജീൻ കൊണ്ട് നമ്മൾ ഈ IG-1 IGF-2 നമ്മൾ അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ഇഫക്റ്റാണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനുണ്ടാകുന്നത്, ആ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസിലുണ്ടാകുന്നത്, അതനുസരിച്ച് നമുക്ക് നമ്മുടെ പഠനങ്ങൾ നടത്താം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ. ഇനി മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസിലാണ്. നമ്മൾ പലതരം രോഗങ്ങൾക്കും ഇപ്പോഴും നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം തന്നെയാണ് അല്ലേ. കാരണം ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന ആ സ്റ്റേജിനെയും ആളുകളുടെ ആ ശാരീരിക പ്രകൃതിയൊക്കെ അനുസരിച്ചിരിക്കും. അല്ലാതെ നമുക്ക് കൃത്യമായിട്ടൊരു ടാർഗറ്റഡ് ഒരു മെഡിസിൻ കൊണ്ടത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ നമ്മുടെ അൽഷീമേഴ്സ്, ഇതിനൊന്നും നമുക്ക് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്ത് തന്നെ നമുക്ക് ഇതിനെല്ലാം റിസൾട്ട് കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇതിനൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് ആനിമൽസിൻ്റെ സഹായം ആവശ്യമാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു ക്യാൻസറിൻ്റെ ഒരു മെഡിസിൻ പുതുതായിട്ട് ഞാൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എനിക്ക് പരീക്ഷിക്കണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കണം ക്യാൻസർ പേഷ്യൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്നാലേ എനിക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ നമുക്ക് യഥാർത്ഥ പേഷ്യൻസിൽ പഠിക്കാൻ കഴിയില്ല അല്ലേ. അവരുടെ ജീവിതം നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആനിമൽ മോഡൽസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യനുമായിട്ടുള്ള സാമ്യമുള്ള ആനിമൽസിനെ എടുത്തിട്ട് അവയിൽ ജീൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവയിൽ ഈ രോഗങ്ങൾ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് ക്യാൻസറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഞാനൊരു മങ്കിയിലോ ഒരു ഷീപ്പിലൊക്കെ ആദ്യം ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്യും. എന്നാൽ മാത്രമേ എനിക്ക് ഞാൻ ചെയ്യുന്ന മെഡിസിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആനിമൽ മോഡൽസ് അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് ആനിമൽസ് സ്റ്റഡി ഓഫ് ഡിസീസസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. അതായത് നമ്മൾ ചില രോഗങ്ങളുടെ മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ഫിനൈൽകീറ്റനൂറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതിൻ്റെയൊക്കെ മെഡിസിൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അതിലേക്ക് ചില ബയോളജിക്കൽ പ്രോഡക്ട്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബയോളജിക്കൽ പ്രോഡക്ട്സ് ജീവനുള്ളവരിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അല്ലേ.
അപ്പോൾ RDNA ടെക്നോളജി വെച്ച് നമുക്ക് ഈ ജീൻ ഈക്കോളൈക്ക് കൊടുത്തിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് കണ്ടു. അതേപോലെ തന്നെ ഈ ജീൻസ് നമ്മൾ മറ്റ് ആനിമൽസിൽ കൊടുത്തിട്ട് അവയിൽ നിന്ന് നമുക്ക് ഈ പ്രോഡക്ട്സ് കിട്ടാവുന്നതാണ്. അങ്ങനെയും നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ബയോളജിക്കൽ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ 11th പഠിച്ചൊരു രോഗമാണ് എംഫിസീമ. എംഫിസീമ എന്ന് പറയുന്നത് ധാരാളം സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ ശ്വാസകോശത്തിലെ ആൽവിയോളായി ചുരുങ്ങുകയും അതിൻ്റെ സർഫസ് ഏരിയ കുറയുന്നത് കൊണ്ട് തന്നെ ശ്വാസം ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വേണ്ട ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റാണ് α1 ആൻറ്റിട്രിപ്സിൻ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു യൂസ് രോഗത്തിൻ്റെ കാര്യത്തിലല്ല, അല്ലാതെ തന്നെ നമുക്ക് റോസി കൗ, അതായത് ഒരു കുട്ടിയുടെ അമ്മയുടെ മുലപ്പാൽ ഒരു കുഞ്ഞിന് വളരെ അത്യാവശ്യമാണ് അല്ലേ? നമുക്കറിയാം ആദ്യത്തെ കൊളോസ്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാലും ഫീഡ് ചെയ്യുന്ന ആ കാലഘട്ടത്തോളം ആ കുട്ടിക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ അമ്മയുടെ പാലാണ് ആവശ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ചില അമ്മമാർക്ക് പ്രസവശേഷം ചില അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ അമ്മ കുട്ടിയുടെ അടുത്തില്ലാതെ വരുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യാവസ്ഥ കാരണമോ അമ്മയ്ക്ക് ചിലപ്പോൾ കുഞ്ഞിന് പാലൂട്ടാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് മിൽക്കാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പശുവിൻ്റെ പാല് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പശുവിൻ്റെ പാല് പശുക്കുട്ടിക്കുള്ളതാണ് അല്ലേ, കിടാവിനുള്ളതാണ്, നമ്മുടെ കുഞ്ഞിനുള്ളതല്ല. കാരണം എന്താ? നമ്മുടെ അമ്മയുടെ പാലിൽ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്. അതാണ് മനുഷ്യ കുഞ്ഞിന് ആവശ്യം. അത് പശുവിൻ്റെ പാലിലുണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കി കുറേ പ്രോട്ടീൻസ് ഒക്കെ ലഭിക്കുമെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷൻ ആ കുഞ്ഞിന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് സയൻറ്റിസ്റ്റ് 1997 ഒരു കൗവിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അതിൻ്റെ DNA ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ്റെ ജീൻ എടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അതിനുശേഷം ആ കൗ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിൽ എന്തുണ്ട്? ഈ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീനും ഉണ്ട്. ആ പശുവിന് അവർ കൊടുത്ത പേരാണ് റോസി. അപ്പോൾ റോസിയുടെ ഓരോ ലിറ്റർ പാലിലും 2.4 മില്ലിഗ്രാം ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സമ്പൂർണ്ണമായൊരു പാല്, അല്ലെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ഇനി നമുക്ക് വാക്സിൻ സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ പലതരം വാക്സിൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പലതും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ RDNA ടെക്നോളജിയുടെ സഹായത്താലാണ്. പക്ഷെ നമുക്കറിയാം ഒരു വാക്സിൻ നമ്മൾ മനുഷ്യരിലേക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് പല ലെവൽസിലുള്ള ടെസ്റ്റിംഗ് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ധാരാളം കോവിഡ് വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങാൻ അല്പം കാലതാമസം എടുത്തല്ലേ? എന്തുകൊണ്ടാണ്? പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തിയില്ലെങ്കിൽ ഇത് വളരെ വലിയൊരു ആപത്തായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ടെസ്റ്റിങ്ങിന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് റാറ്റ്സിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പോളിയോ വാക്സിൻ, അതൊക്കെ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തത് ട്രാൻസ്ജനിക് മൈസിലാണ്. അതിൽ റാറ്റ്സിൽ അത് സക്സസ്ഫുള്ളായി അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൈമേറ്റിലായിരിക്കും, മങ്കീസ്, അതായത് ഹ്യൂമൻ ബീങ്സായിട്ട് വളരെ അടുത്ത സാമ്യമുള്ള DNA ആണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അതിലും സക്സസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈലറ്റ് സ്റ്റഡീസ് നടത്തും. അത് ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ പരീക്ഷിച്ചിട്ടാണ് മറ്റ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പിലേക്ക് നമ്മൾ അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പല ഘട്ടത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു അലർജിയൊക്കെ ആണെങ്കിൽ ഒരു വാക്സിൻ എടുത്തു, വിത്തിൻ നോ ടൈം അലർജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ചില മരുന്നിന് വളരെ ലോങ് ടേം ആയിട്ടുള്ള ഇഫക്റ്റ് ആണുള്ളത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? അതേ ആ ഒരു ഉദ്ദേശം തന്നെയാണ് അടുത്തൊരു പോയിന്റായ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിലും. അതായത് നമ്മൾ പല കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ ആ കെമിക്കൽസിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനും നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് അവയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് എന്താണ് റിയാക്ഷൻ എന്ന് പഠിക്കാം. അപ്പം നമ്മൾ സേഫാണ്, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പരീക്ഷിച്ചാൽ മതി അല്ലേ? പക്ഷേ രണ്ടാമതായിട്ട് മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് ടേം ഇഫക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് ഇന്നിപ്പോൾ ഒരു വാക്സിൻ എടുക്കുക അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഉപയോഗിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 10 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നതെങ്കിലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ നമ്മൾ ആദ്യം സെൻസിറ്റീവ് ആക്കും. അതായത് ഇപ്പോൾ ഒരു വാക്സിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കെമിക്കലിൻ്റെ ടെസ്റ്റിങ്ങിനായിട്ടാണെങ്കിലും ആ ഒരു ഇൻഗ്രീഡിയൻറ്റിനോട് ഈ ആനിമലിനെ നമ്മൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആക്കും. അതിൻ്റെ DNA നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് സെൻസിറ്റീവ് ആക്കും. സെൻസിറ്റീവ് ആയുള്ള പ്രത്യേകത എന്താണ്? പെട്ടെന്ന് റിയാക്ട് ചെയ്യും അല്ലേ? നമ്മൾ എന്തെങ്കിലും അലർജൻസിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കും. അതേസമയം നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവയെ പെട്ടെന്ന് സെൻസിറ്റീവ് ആക്കുമ്പോൾ ഒരു ലോങ് ടേം ഇഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസ് കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ. ഇതിൽ ഈ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിനും റോസി കൗവും α1 ആൻറ്റിട്രിപ്സിൻ ഇതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം.
ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില എത്തിക്കൽ ഇഷ്യൂസാണ്. അതായത് നമ്മൾ ഈ ബയോടെക്നോളജി റിസർച്ച്, പ്രത്യേകിച്ച് നമ്മൾ ജീൻ മാനിപ്പുലേഷൻ നടത്തുമ്പോൾ ജീനിനെ നമ്മൾ വ്യത്യസ്തമാക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റബിൾ റിസൾട്ട് ആയിരിക്കാം, ചിലപ്പോൾ വളരെ അൺപ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലേക്കുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമ്മൾ സയൻസ് ഫിക്ഷൻ മൂവീസൊക്കെ കാണുമ്പോൾ അറിയാം ഏതെല്ലാം രീതിയിലാണ് അവരതിനെ ഇമാജിൻ ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും ഇതൊക്കെ സേഫ് ആകണമെന്നില്ല. അപ്പോൾ അതിനൊരു സ്ട്രിക്റ്റ് മോണിറ്ററിങ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്താ, ഈ സാങ്കേതിക വിദ്യ എന്ത് വിദ്യയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൂർണ്ണ വിനാശത്തിന് കാരണമാകും അല്ലേ. അപ്പോൾ അത് വേണ്ട എത്തിപ്പെടാൻ പാടില്ലാത്ത കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഭീഷണിയാകും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിയാണ് GEAC. എപ്പോഴും ചോദിക്കാറുള്ളതാണ് GEAC. GEAC എന്ന് പറഞ്ഞാൽ ജെനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ജെനറ്റിക് റിസർച്ചും ജെനറ്റിക് മോഡിഫിക്കേഷൻ റിസർച്ചിനും GEACയുടെ അംഗീകാരം അല്ലെങ്കിൽ അപ്രൂവൽ ആവശ്യമാണ്. അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. ഈ ചെയ്യുന്ന റിസർച്ചിൻ്റെ വാലിഡിറ്റി എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇത് നമുക്ക് മനുഷ്യത്തിന് ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ ആ വാലിഡിറ്റി സെർച്ച് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുന്നു. ഒപ്പം തന്നെ സേഫ്റ്റി ഓഫ് GMO, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ പ്ലാന്റ്സ് ആണെങ്കിൽ അങ്ങനെ അത് നമുക്ക് സേഫ് ആണോ എന്നുള്ള ടെസ്റ്റും ആരാ ചെയ്യുന്നത്, GEAC. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇത് CBSEയിൽ എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എന്താണ് GEAC, അവരുടെ റോൾ എന്താണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് മിക്കവാറും കുട്ടികൾ വാലിഡിറ്റി ഓഫ് GM റിസർച്ചിനങ്ങ് നിർത്തും, ഈ സേഫ്റ്റി എന്നുള്ള പോയിന്റ് വിട്ടുപോകും. ഓക്കെ, രണ്ട് പോയിന്റ്സും നിങ്ങൾ എഴുതണം. ഇനി മറ്റൊന്നാണ് ബയോ പേറ്റൻറ്റ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർമിഷൻ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരു നോവൽറ്റിക്ക് എടുക്കുന്ന ഒരു അധികാരം അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റിനെയാണ് നമ്മൾ പേറ്റന്റ് എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള പെർമിഷൻ കിട്ടുകയാണ്. അപ്പം നോവൽറ്റി ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിനെ പെർമിഷൻ അല്ലെങ്കിൽ പേറ്റന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ബയോളജിക്കൽ റിസർച്ചിലുള്ള ആൾക്കാർ ചിലപ്പോൾ ജെനറ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കാം, അതായത് DNA അല്ലെങ്കിൽ RNA, ചില പ്ലാന്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബയോളജിക്കൽ റിസോഴ്സസ് എന്താണെങ്കിലും അത് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസർച്ചിന് ഇപ്പോൾ ബയോളജിക്കൽ റിസർച്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്, ബയോളജിക്കൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളെല്ലാം അവർ ടെക്നോളജിയിൽ വളരെയധികം വികസിച്ചിട്ടുണ്ടെങ്കിലും ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അവർ ദരിദ്രരാണ്. അതേസമയം ഇന്ത്യ എങ്ങനെയാണ്, ബയോഡൈവേഴ്സിറ്റി റിച്ചാണ്. അപ്പോൾ ഇന്ത്യ പോലൊരു കൺട്രിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആയുർവേദ സിസ്റ്റവും നമ്മുടെ ഫോക്ലോർ മെഡിസിൻസ് ഒത്തിരി ഉണ്ട് അല്ലേ. നമ്മുടെ പഴയ താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെ ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ്, അതായത് പല സസ്യങ്ങളുടെയും മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ആനിമൽസിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസികൾക്കെല്ലാം ഒത്തിരി മെഡിസിൻസ് അറിയാം. അവരുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ചൂഷണം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ പല വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു നാട്ടുവൈദ്യം, ഫോർ എക്സാമ്പിൾ തുളസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറൊരു ജാതിയോ അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ചെടിയെ എടുത്തുകൊണ്ട് പോയിട്ട് മറ്റു രാജ്യക്കാർക്ക് അതിലെന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അവർക്കതിൻ്റെ പേറ്റന്റ് എടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ അവരുടെ അനുമതി വേണം. ഓക്കെ, അതിനെയാണ് നമ്മൾ അത് വളരെ ബേണിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് തുടക്കത്തിൽ സംഭവിച്ചു. ഇങ്ങനെ ഒരു സംഭവം 1997 നടക്കുകയുണ്ടായി. അതായത് ഇന്ത്യയിൽ 20,000-ഓളം വെറൈറ്റീസ് ഓഫ് റൈസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. 27ഓളം ടൈപ്പ് ബസ്മതി റൈസും നമ്മുടെ കർഷകർ വളർത്തുന്നതായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ റൈസിനെ അപേക്ഷിച്ച് കുറച്ച് അരോമ, അതായത് അതിൻ്റെ മണവും അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക വിപണിയിൽ അതിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് ബസ്മതി റൈസ്. അപ്പോൾ 1997 US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് എന്നൊരു കമ്പനി ഫോം ചെയ്തിട്ട് US നമ്മുടെ ഒരു ബസ്മതി റൈസ് എടുത്തിട്ട് അതൊരു സെമി ഡ്വാർഫ് വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്തിട്ട് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒട്ടും വളരെ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ചേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് അവരതിൻ്റെ പേറ്റന്റ് കരസ്ഥമാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതേപോലെയുള്ള ശ്രമങ്ങൾ നമ്മുടെ വേപ്പും അരമഞ്ഞളും അങ്ങനെയുള്ള ഹെർബൽ മെഡിസിൻസിനും പേറ്റന്റ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം നമ്മൾ അതിനെയൊക്കെ തടയുകയുണ്ടായി. മാത്രമല്ല നമ്മുടെ ഫോക്ലോറിലുള്ള മിക്കവാറും പ്ലാന്റ്സിനെ നമ്മൾ തന്നെ അത് പേറ്റന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനി ഇതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ബയോ പൈറസി. നമുക്കിപ്പോൾ പൈറേറ്റഡ് CDs അല്ലെങ്കിൽ പൈറേറ്റഡ് മൂവീസൊക്കെ നമുക്കറിയാം അല്ലേ. അതായത് ഒരു കള്ളത്തരമാണ്, ഒറിജിനൽ ഓതറൈസേഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ പൈറേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബയോ പൈറസി?
biological resources are utilized by multinational companies or other organizations without proper authorization from the people or countries involved and without compensatory payment. അതായത് പ്രോപ്പർ ആയിട്ടുള്ള കൺട്രീസിൻ്റെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ അനുവാദമില്ലാതെ അതിനുള്ള കോമ്പൻസേഷൻ കൃത്യമായി കൊടുക്കാതെ മൾട്ടിനാഷണൽ കമ്പനീസോ മറ്റ് ഓർഗനൈസേഷൻസോ ഏതെങ്കിലും ബയോളജിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസോഴ്സസിനെ കരസ്ഥമാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ബയോ പൈറസി എന്ന് പറയുന്നത്. ബയോടെക്നോളജിയുടെ ഫീൽഡിലെ എത്തിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ബയോ പൈറസിയും തടയേണ്ടത് ആവശ്യമുണ്ട്. സോ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബയോടെക്നോളജി ശരിക്കും മനുഷ്യനൊരു അനുഗ്രഹം തന്നെയാണ്. ഇത് 21st സെഞ്ച്വറി സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ലപോലെ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.